ടി ടി ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ടി ഫാമിലിയുടെ ഒരു കുട്ടി, പുതിയതായി ഉണ്ടായ കുട്ടി മരിച്ചു പോയതായിട്ട് ഒരു ഇത് കണ്ടിരുന്നു, ചാനലുകളിലൊക്കെ വന്നിരുന്നു. നമ്മൾ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, അവരുടെ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടും വിഷമവും വേദന എല്ലാം അവർക്കുണ്ട്. ഭാര്യയെ ഹോസ്പിറ്റലാക്കിയിട്ട് ഭർത്താവ് കാറിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തതിന് കുറേ പേര് ആ സമയത്ത് എങ്ങനെ സാധിക്കുന്നു, അത് അവരുടെ ഒരു വരുമാന മാർഗം ആയതുകൊണ്ടും പിന്നെ അവരുടെ വിവരങ്ങൾ അറിയാൻ കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. സബ്സ്ക്രൈബേഴ്സിനോട് അവരെല്ലാം പറയുന്നത് കൊണ്ട് അത് പറയാനായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ വീഡിയോ ചെയ്തത്. ആ ഒരു വീഡിയോന്റെ താഴെ അത് കണ്ടന്റ് ആയിട്ട് എടുത്ത് കുറെ ക്രിയേറ്റേഴ്സ് വന്നു. അതിന്റെ എല്ലാം വീഡിയോന്റെ അടിയിൽ കുറെ പേര് പറയുന്നുണ്ട്, അള്ളാഹു അവർക്ക് കൊടുത്ത പരീക്ഷണമാണ്, അതാണ് ഇതാണ്, അവര് ഇത് പ്രസവം കാണിച്ച് പൈസ ഉണ്ടാക്കാനുള്ളതായിരുന്നു, അത് പോയി ഇത് പോയി. നഷ്ടം അവർക്കാണ്. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാലാണ് നമുക്കതിന്റെ വേദന അറിയുള്ളൂ. എല്ലാവരും വേദനിപ്പിക്കാൻ നമുക്ക് സാധിക്കും, പക്ഷേ നമുക്ക് ഒരു കുട്ടി അത് വയറ്റിലുണ്ടാകുമ്പോൾ തൊട്ട് അതിന്റെ മുഖം കാണണം, അത് നമ്മുടെ കൂടെ തന്നെ ജീവിക്കണം, നമ്മുടെ കുട്ടി, നമ്മുടെ ചോര, നമ്മൾ അങ്ങനെ ചിന്തിക്കണവരല്ലേ. പിന്നെ എന്തിനാ അത് കൂടുതൽ കമന്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർ വളരെ കുറവാണ് അതിൽ കമന്റ് ചെയ്യുന്നത്. നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ സ്ത്രീകൾ. പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇല്ലാന്നല്ല, കൂടുതലും സ്ത്രീകൾ തന്നെ പറയുന്നത്. അള്ളാഹു കൊടുത്തതാണ്, അള്ളാഹു അതിനുള്ള ശിക്ഷ കൊടുത്താണ്, പടച്ചോൻ എന്തിനാ അങ്ങനെ ഒരു കുരുന്ന് ജീവൻ പടച്ചോൻ എടുത്തിട്ട് പടച്ചോൻ എന്ത് കിട്ടാനാ? അതൊന്നും അല്ല, അത് അവർക്കത് കിട്ടാനുള്ളൊരു വിധി ഉണ്ടായില്ല. അവരത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി തന്നെയല്ലേ ടി ഫാമിലി. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത്, അതും ഈ പറഞ്ഞോണം സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാനായിരിക്കും. അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണെന്നുള്ള വിശേഷങ്ങൾ പറയാനായിരിക്കും. എന്തായിക്കോട്ടെ, ഒരു മരണം അത് ആഘോഷിക്കരുത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനെടുത്ത് വീഡിയോ ചെയ്യുന്നവരുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന കമന്റുകൾ അത്രയും ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ആ ഒരു മരണം ഭയങ്കര ആഘോഷമായിട്ട് അവർക്കത് വേണം. അത് പടച്ചോന്റെ തലയിൽ ഇട്ടിരിക്കുന്നത്. പടച്ചോനിപ്പോ അങ്ങനെ ചെയ്തിട്ട് പടച്ചോനൊന്നും കിട്ടാനൊന്നുമില്ല. പടച്ചോന്റെ ആ ഒരു കേട്ടത് സത്യമാണെന്നുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാനുള്ള ഒരു മനക്കരുത്ത് ദൈവം കൊടുക്കട്ടെ. കാരണം ആ ഒരു പ്രായത്തിലുള്ള കുറച്ച് ഏജിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ആൾക്ക്. ചിലപ്പോൾ ആ ഒരു സമയത്ത് പ്രഗ്നൻസി അത്രയും സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തകരാറുള്ളത് കൊണ്ടായിരിക്കും ദൈവം അതിന് കൊടുക്കാതിരുന്നത് ആ കുട്ടിയെ. ചിലപ്പോൾ നല്ലൊരു കുട്ടീനെ ഇനി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നെഗറ്റീവ് കമന്റ് പറയുന്നവരോട് നെഗറ്റീവ് കമന്റ് പറഞ്ഞോ, പക്ഷെ ആരെയും വേദനിപ്പിച്ചിട്ടുള്ള കമന്റ് ആവരുത്. അവരിപ്പോ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ഇവർ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ അതിന്റെ അടിയിലെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് നല്ല മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഈ ഇങ്ങനത്തെ വേദനിപ്പിക്കുന്ന കമന്റ് ഇടുന്ന സ്ത്രീകള്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് മാറ്റാന്നുള്ളതാണ് മെയിൻ കാര്യം. ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ആരെങ്കിലും നന്നാവുമ്പോൾ അത് ഇഷ്ടമല്ലാത്തവരാണ്. ആ ഒരു ഫാമിലി ഇഷ്ടപ്പെടുന്നവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്.